അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് മലപ്പുറം ജില്ലയിൽ കൂവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അല്ലേ, കൂവണ്ണ എന്നല്ല സർ, കൂമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, പോക്കർ ഉസ്താദിനെ കാണാനാണ് വന്നത്. ഒരുപാട് കാലം ദറസുമായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഉസ്താദ്. അതുപോലെ തന്നെ CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും പല വലിയ സംഭവത്തിന് സാക്ഷിയാവാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഉസ്താദിന്. ആ ഉസ്താദിൻ്റെ ചാരത്താണുള്ളത്. ഇപ്പോൾ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സുഖമില്ലായ്മയൊക്കെ ആയിട്ട് ഉസ്താദ് വീട്ടിൽ തന്നെയാണ്. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് കാലം നമുക്ക് കാണാനും സംസാരിക്കാനൊക്കെ അള്ളാഹു ഉസ്താദിന് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഉസ്താദിനോട് തന്നെ ചോദിക്കാം. ഉസ്താദെ, സുഖമല്ലേ? റാഹത്തല്ലേ? ഉസ്താദ് CM വലിയുള്ളാഹിയെ ആദ്യമായിട്ട് ഷെയ്ഖുനയുമായി ബന്ധപ്പെടുന്നത് എങ്ങനെ കേട്ടിക്കണ്, വയനാട് ദറസ് നടക്കുന്ന സമയത്താണെന്ന് ഞാൻ കേട്ടിരുന്നു. എൻ്റെ അടുത്ത് രാവിലെ ഉസ്താദ് പറഞ്ഞു തന്നിന്ന്. അപ്പോൾ ഉസ്താദ് ഷെയ്ഖുനയുമായ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഉസ്താദിൻ്റെ അനുഭവങ്ങൾ? ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം പള്ളിയിൽ ചരുവിലേക്ക് ഇങ്ങനെ നീങ്ങി. പള്ളിയിൽ ചരുവിലേക്ക്, തെക്കേ ചരുവിലേക്ക് നീങ്ങി. സാധാരണ ഞാൻ നിൽക്കുന്നില്ല, അവിടെ നടക്കല. ആ അടിയിൽ തന്നെയാണ് ദർശനം നടക്കൽ. അധികം കുട്ടികളൊന്നുമില്ല, ഒരു 10-12 കുട്ടികളുള്ളൂ. വിദേശികളായിട്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ നാട്ടുകാർ കുട്ടികളാണ്. നാട്ടുകാർ കുട്ടികളാണ് കൂടുതൽ. വിദേശികൾ കുറഞ്ഞ കുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ ദർസ് തുടങ്ങിയാണ്. അപ്പോഴാണ് ഒരു ജീപ്പ് വന്ന് അവിടെ നിൽക്കുന്നതാണ്. ജീപ്പ് വന്ന് പള്ളിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട്. അതിന് ആദ്യമായി വയനാട് കൽപ്പറ്റ കാതില്ലേ, മേമാടൻ മുഹമ്മദ് മുസ്ലിയാർ, അയാളാണ് ആദ്യം ഇറങ്ങിയത്. അത് ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് പിന്നെ കൽപ്പറ്റ തങ്ങൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി. പിന്നെ അപ്പം മുപ്പ ഞാൻ കണ്ടിട്ടില്ല. ആരൊക്കെ ഇറങ്ങിയത്? പിന്നെ കൽപ്പറ്റ കാതി. പിന്നെ കൽപ്പറ്റ ഒരു തങ്ങളുണ്ട്. അയാൾ എനിക്ക് പരിചയമുള്ളവരാണ്. പരിചയമില്ലാത്ത കുറേ ആൾക്കാർ അതുമുണ്ട്. പരിചയമില്ലാത്ത ആളുകളും ഉണ്ട്. ആ പരിചയമില്ലാത്ത ആളുകളെ കൂടുതൽ ഓമച്ചപ്പക്കാരത്തെ ഒരാളുണ്ട്. എനിക്ക് ഓമച്ചപ്പ നാടുണ്ട് ഇവിടെ. അവിടെയുള്ള ഒരാൾ. പിന്നെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ, പിന്നീട് ഞാൻ ആളായിട്ട് പരിചയപ്പെട്ടു. അയാൾ ഓമച്ചപ്പ കടകളിങ്ങനെ വന്നിരുന്നു എന്ന് പറയാൻ. അപ്പോൾ അവരാണ് കണ്ട്. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഈ ചേറ്റുപടി ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചേറ്റുപടി തരും. ഇരിക്കുന്ന സ്ഥലത്തിന് ചേറ്റുപടി പടി, പള്ളിൻ്റെ മുന്നിൽ ചേറ്റുപടി. ആ ചേറ്റുപടിയിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു പച്ചക്കുപ്പായിട്ട്, ഒരു കേപ്പ്, പച്ചക്കുപ്പ, ഒരു കേപ്പ്, കറുത്തൊരു കേപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, പൊക്കിച്ചിങ്ങനെ ഇരിക്കുക, ചാരിയിരിക്കുക. ബലി നിസ്കരിക്കുന്നുമുണ്ട്. വളരെ കൂടി ജമാഅത്തെ നിസ്കരിക്കുക. ഈ മനുഷ്യൻ ഈ കൂടിയിട്ടില്ല, നിസ്കാരത്തിൽ കൂടാതെ ഇരിക്കുകയാണ്. അല്പം നല്ല മട്ടുണ്ട്. ചെറുപ്പക്കാരനായിട്ട് അപ്പോൾ കാണുക. താടിയൊക്കെ ഉണ്ടോ? ചെറിയ ഒരു താടി. താടി പഠിച്ചിട്ടില്ല. ചെറിയ ഒരു താടി അന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അയാളത്ത് കൂടി ഇങ്ങനെ പോകുന്നത്. ഒരു വട്ടം ഇങ്ങനെ ചുറ്റിയപ്പോൾ മൂപ്പരവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടാമത് ചുറ്റിയപ്പോൾ മൂപ്പരവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ നിസ്കാരം നടക്കുന്നുണ്ട്. അത് നിസ്കരിക്കുന്നതുകൊണ്ട് കുട്ടികൾ ഓടുന്നില്ല ഇവിടെ. അവിടെ ജമാഅത്തായിട്ട് നടക്കുക. അതിലൂടെ മൂല്യന്മാരല്ലേ, കിതാബ് പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പോൾ നിർത്തി അവിടെ ഓത്ത് നടക്കുന്നുണ്ട്. നിസ്കാരം നടക്കുന്നുണ്ട്. ഇവിടെ ഓത്ത് നിർത്തി മൂപ്പരിവിടെ ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്നു. ഓര് കണ്ടിട്ടില്ല. മൂപ്പരെ കുട്ടികൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്നിട്ട് അവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക. ഞാനാ കാണുന്നത്. അസ്സലാമു അലൈക്കും എന്ന് പറയും. ഞാൻ ചെന്നിട്ട് അവരോട് അസ്സലാമു അലൈക്കും. അലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. മുലിയർക്ക എവിടുത്തെ ആരാണ് ചോദിച്ചു. മുലിയർക്കാണ്. മുലിയർക്ക എവിടെയാണ്? അത് കാസർഗോഡുകാരുടെ ഭാഷയാണ് മുലിയർക്ക എവിടെയാണ്? ഞാൻ വെളിമുക്കിലാണ് എന്ന് പറഞ്ഞു. വെളിമുക്ക് ഇതിൻ്റെ അടുത്ത് വെളിമുക്ക്. അത് മൂല്യന്മാരുടെ നാടാണ്.
വെളിമുക്കിലാണ്. ഖാദി ആരറിയോ? കാസർഗോഡ് ഖാദി ഔറാ മുസ്ലിയാർ. മൂപ്പരെ അറിയോ ചോദിച്ചു. ആ, മൂപ്പര് വീടിൻ്റെ അടുത്താണോ? വീട്ടിൻ്റെ നല്ല ശുദ്ധ മലയാളത്തിൽ സംസാരിക്കുക. മൂപ്പര് വീട്ടിൻ്റെ അടുത്താണോ? മൂപ്പര് ഇവിടെ അടുത്ത് കൊടുവള്ളി ഭാഗത്തല്ലേ മൂപ്പര് രാജ്യം, മടവൂരിൻ്റെ രാജ്യം. പക്ഷേ ആ ഭാഷ അല്ല, നല്ല ശുദ്ധ മലയാളം പറയുക, അച്ചടി ഭാഷ അല്ല അച്ചടി. അപ്പോൾ അല്ല, കൂമണ്ണാണെന്ന് പറയും. വെടിമുക്കല്ല, അല്ല കൂമണ്ണാണ്. അത് പറഞ്ഞാൽ പോരെ, അതൊക്കെ അങ്ങനെയാണ്. അത് പറഞ്ഞാൽ പോരെ, കൂമണ്ണാന്ന് പറഞ്ഞാൽ എനിക്ക് തിരിയും, എനിക്ക് കൂമണ്ണറിയാം. ബാബുസിയാർക്ക് ദർശനം നടത്തുന്ന രാജ്യമല്ലേ എന്ന് ചോദിച്ചു. ബാബുസിയാർ കാസർഗോഡ് ഖാദി എന്തെങ്കിലും ഒഫാത്തായാലും വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ബാബുസിയാർ കാസർഗോഡ് ഖാദി. മൂപ്പരാണ് ബാബുസിയാർ. ഓല് ശരീക്കന്മാരാണ്. നിശ്ചാലിയാരുടെ എത്തുന്നത്, നിശ്ചാലി മുസ്ലിം ശരീക്കന്മാരാണ്. വെല്ലൂരും ശരീക്കന്മാരാണ്. ഒന്നാലും വെല്ലൂർക്ക് വരാം. പിന്നെ എന്നാൽ ഞാൻ അറിയും. മുരിയാർക്ക് അവിടെ എന്താ പണി? എന്താ പണി ഇവിടുത്തെ? ഇവിടെ എന്താ ജോലി? ഇവിടെ ഞാൻ ഇവിടെ ഖത്തീബും ചെറിയ ദിവസവും ഉണ്ടെന്നാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞു. ഇതിൽ വിദേശി കുട്ടികളുണ്ടോ? കുട്ടികളുടെ കൂട്ടത്തിൽ വിദേശി കുട്ടികളുണ്ടോ? ഉണ്ട്. എത്ര ആൾ? 6 ആളുണ്ട് വിദേശി കുട്ടികൾ. മറ്റുള്ളവർ നാട്ടുകാരാണോ? ഇല്ലേ? അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം ചോദിക്കുന്നു, ഒക്കെ ചോദിക്കുന്നു. എന്തോ സംസാരം. എന്നാലും വിദേശി കുട്ടികളിൽ നിന്ന് ഓരോരുത്തരായിട്ട് കൂട്ടി വിളിക്കുകയെന്നാണ്. വിദേശി കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരെ ഇങ്ങോട്ട് വിളിക്കുകയെന്നാണ്. അപ്പോൾ ഞാൻ ഒരു കുട്ടീനെ ആദ്യം ഇങ്ങോട്ട് വിളിച്ച്. മൂപ്പരെ എനിക്ക് അറിഞ്ഞിട്ടല്ല, ആണെന്നൊന്നും അറിയില്ല, അതിനറിയില്ല. അങ്ങനെ വിളിച്ച് കാര്യമായ ആളാണെന്ന് മനസ്സിലായി, ഭർത്താവ് കൊണ്ടും കാര്യം കൊണ്ടൊക്കെ. അപ്പോൾ ആ കുട്ടീനെ ഊതി, ഒറ്റ കുത്തി. അതാണ് ഞാൻ രണ്ടാമത്തെ ദർശനമായിട്ട് രണ്ടാമത്തെ ദർശനത്തിൽ ആളാണ്. പേരെന്താ? മൊയ്ത് മുസ്ലിയാർ. വയനാട്ടുകാരുടെ പടിഞ്ഞാറത്തറ മൊയ്ത് മുസ്ലിയാർ. അയാളാണ് ഇപ്പോൾ അവിടുത്തെ മുസ്ലിസ്. വയനാട് അല്ല, ഇവിടെ നല്ലോണം കോഴിക്കോട്. ഞാൻ നടത്തിയ സ്ഥാനത്ത് മുമ്പിലാണ് ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ പിന്നെ രണ്ടാമത് ഹുസൈൻ എന്ന് പറഞ്ഞ നാട്ടുകാരനാണ്. ഓനെ പിന്നെ അതിൻ്റെ അങ്ങനെ കൂടെ ഇരിക്കുന്നത്. ഓനെ ഞാൻ പിടിച്ചത്. വിദേശി കുട്ടികളെ പിടിച്ചാൽ പറയും, ഇവരെ പിടിച്ചത്. ഇയാളാണ് പിന്നെ ഈ കാസർഗോഡ് കോളേജുണ്ടല്ലോ, ഷഹരിയ അറബി കോളേജ്, അതിൻ്റെ പ്രിൻസിപ്പളാണ് അയാളിപ്പോൾ. കുറേ കാലമായി. ഷഹരിയ അറബി കോളേജ് ഊതിയ ആൾക്കാരായി ഒക്കെ. ഈ 6 ആളും വലിയ മൂല്യന്മാരാണ്. ഈ ആളാണ് വിദേശി കുട്ടികളാണ് ഊതി. അതിൽ ഈ നാട്ടുകാരെ വിട്ട് തൗഫീക്ക് ഓൻ വലിയ മൊഴിയോട് പോയി. വേറെ നാട്ടുകാർ വിട്ടില്ല. പിന്നെ നാട്ടുകാരുടെ കുട്ടികളെ ഊതി. പിന്നെ നാട്ടുകാരുടെ കുട്ടികളെ ഊതി, എല്ലാവരും ഊതി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഊതണം. ഞാൻ പറഞ്ഞു ഇനി എന്നെ ഊതണം. മുസ്ലിയാർക്ക് ഊത്ത് വേണ്ട, മുസ്ലിയാർക്ക് ഊത്ത് വേണ്ട. ഊതിയില്ല. എന്നോട് മുസ്ലിയാർക്ക് ഊത്ത് വേണ്ട. ഊതിയില്ല. അത് അപ്പോൾ എന്നോട് കേസായി. അപ്പം എന്നോട് ഈ കൽപ്പറ്റക്കാരൻ തങ്ങൾ പറഞ്ഞു, ആളെ മനസ്സിലായിക്കണോ? കൽപ്പറ്റ തങ്ങൾ പറഞ്ഞു, ഈ ആളെ എനിക്ക് മനസ്സിലായില്ല. അതാണ് മടവൂർ വലിയ എന്ന് പറഞ്ഞ ആള്. മടവൂർ ഔക്കരിയൽ എന്ന് പറഞ്ഞ വലിയാണത്. അത് ഞാൻ കേട്ടുള്ളൂ. മടവൂർ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയാണത് എന്നാരും പറഞ്ഞു. ഈ തങ്ങൾ കൽപ്പറ്റക്കാരനാണ്. തങ്ങൾ ഇന്നുണ്ടോ? ഇല്ലില്ല, ഒഫാസൈറ്റി. അപ്പോഴാണ് ഞാൻ മനസ്സിലായത്. അത് കേട്ടിട്ടുള്ളൂ? കേട്ടിട്ടുണ്ട്. നേരിൽ കാണാൻ ഒരു ഭാഗ്യം കിട്ടിയത് കണ്ടിട്ടില്ല. അങ്ങനെ മുപ്പരൊന്ന് കഴിച്ച് ജീപ്പിൽ കയറി ഒരാൾ പോയി. എല്ലാവരും കൊണ്ട് പോയി. അങ്ങനെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞാൻ മലയാളത്തിൽ സുന്നി യുവജന സംഘത്തിൻ്റെ സുന്നി യുവജന സംഘത്തിൻ്റെ ദർശനം നല്ലോണം നടക്കുന്നത്.
സമ്മേളനം ദർസ് ദർസ് സുന്നി യുവന സംഘത്തിൻ്റെ ദർസാണ് നല്ലളത്തിൽ നല്ലളത്ത് നടക്കാൻ നടക്കുന്നതാണ്. ആ ദർസിലേക്കാണ് പിന്നെ കൂട്ടുമല ഉസ്താദ് എന്നെ പറഞ്ഞയക്കുന്നത്. കോട്ടുമല ഉസ്താദ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ഉസ്താദാണ് കൂട്ടുമല ഉസ്താദ്. കോട്ടുമല ഉസ്താദിൻ്റെ ഇഷ്ടമല്ലേ? അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവിടെ ദർസ് തുടങ്ങി. ദർസ് തുടങ്ങി 1-1.5 കൊല്ലമായിരിക്കണം. അപ്പോൾ ഞാൻ മിഷ്കാത്ത് ദർസ് നടത്തുക. പള്ളിയിൽ വെച്ച് കുട്ടികൾക്ക് മിഷ്കാത്തിൽ സബക്ക് നടക്കുക. ഒരു 10-10:30 ആ സമയത്ത് രാവിലെ. അതാണ്. അപ്പോൾ പള്ളീൻ്റെ മുന്നിലുണ്ട് ഒരു കെട്ട് ഇങ്ങനാണ്ട് കെട്ടി കുളത്തിൻ്റെ മുന്നിൽ മുതലാളിമാരൊക്കെ വന്ന് കുത്തിരിക്കുന്ന സ്ഥലമാണത്. മലയാളിമാരെ പള്ളിയാണത്. അതിലിങ്ങനെ ഒന്നിരിക്കും. ഇതാനും മറ്റൊക്കെ അവിടുത്തെ മലയാളിമാരൊക്കെ ഇരിക്കും. ഈ കുളത്തിൻ്റെ സൈഡിൽ വന്നിരിക്കും. അവിടെ മൂപ്പര് വന്നിരുന്നു. ഇരുന്ന് എവിടെയോ വന്നതാ. വന്ന് ഇരുന്നിട്ട് കുറേ മൂല്യന്മാരുണ്ട്. അപ്പോഴും കുറേ ഉസ്താദന്മാരുണ്ട്. ഓരോ സമയം ഇവിടെ എല്ലാവരും വന്ന് അവിടെ ഇരുന്ന് ഇരുന്നപ്പോൾ ഞാൻ ദർശനം നടത്തുക. മൂപ്പര് അവിടെ ഇത് കേൾക്കുക, ദർശനം കേൾക്കുക. ഞാനറിയില്ലല്ലോ തോന്നുന്നു. അപ്പോൾ അടുത്തൊരു പെരക്കാരൻ പോക്കർക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആൾക്ക് മീൻ്റെ കച്ചവടമാണ്. അയാൾ ആ വജിലേ വന്നിട്ട് പറഞ്ഞ് ഒരാളുണ്ട് അവിടെ കുളത്തിൻ്റെ പടവത്ത് ഇരിക്കണം. കുറേ കുളത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ കുറേ ആളുകൾ കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ തന്നെ കുറേ ആളുകളുണ്ട്. അവിടുന്ന് നോക്കി നമ്മൾ അവിടെ നോക്കിയാൽ കാണും. നീച്ചു പോകണം, നീച്ചു പോയാലേ കാണുള്ളൂ. അപ്പോൾ കാണാൻ വേണ്ടി ഞാൻ ദർശനം നിർത്തിയാണ്ട് ഞാനാണ്ട് പോയി. എനിക്ക് മുന്നിലേക്ക് മുമ്പിൽ ആരാന്ന് കാണാൻ വേണ്ടിയായിട്ട് പോയി. ആ മുറിയിൽ ഔത്തപ്പള്ളിയിലെ ദർശനം അവിടെ ഇങ്ങോട്ട് കിടന്നാൽ അവിടെ പൂമുഖത്ത് നിർത്തിപ്പോകും. ചെന്നപ്പോൾ നോക്കി. അപ്പോൾ അവനാണ് നോക്കി. ആരാ ദർശനം നടത്തി മുസ്ലിയാരാണോ എന്ന് ചോദിച്ചു. ദർശനം നടത്തിയിരുന്ന മുസ്ലിയാരാണോ? എന്താ ദർശനം നിർത്താൻ കാരണമെന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്താ ദർശനം നിർത്തിയത്? ഞാൻ ഇവിടെ കാണാൻ വന്നതാണ്. പോയി ദർശനം നടത്തി പോയി ഗൗരവത്തിൻ്റെ സഭക്കിന്നാണ് ഇറങ്ങി. ഗൗരവത്തിലവിടെ. അപ്പം അവൾ ശേഷം മാറി. ഗൗരവമായ സംസാരം. പോയി ദർശനം നടത്തി എന്നറിഞ്ഞു. അപ്പോൾ ഞാൻ പോയി ദർശനം നടത്തി. അപ്പോൾ മൂപ്പർ അവിടെ ഇരുന്നു. ആ ദർശനം കേട്ടുകൊണ്ടിരുന്ന് അവിടെ ഇരുന്നിട്ട് മനസ്സിലാകുന്ന ആളാണല്ലോ. അവിടെ ഇങ്ങനെ കേട്ടിരുന്ന് ഞാൻ ഒരു വെപ്പ് വെക്കാൻ നേരത്ത് വെക്കണം. അവിടെ എത്തിയിട്ട് ഇവിടെ വെക്കണം എന്ന് ഞാൻ വിചാരിച്ചു. വിചാരിച്ച് അവിടെ വെക്കണീരെ മുമ്പിന് മൂപ്പർ അവിടെ നിന്നിച്ചു. അവിടെ വെക്കണീരെ മുമ്പ് ഒരു മിനിറ്റുള്ളൂ. അപ്പോൾ മൂപ്പർ അവിടെ നിന്നിച്ചു. സഭക്ക് നിർത്തണമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് ശൈഖുന എണീറ്റു. ഇത് ആ സ്ഥലത്തേക്ക് എത്തി ഉടനെ തന്നെ മൂപ്പർ അവിടെ നിന്നിച്ചു. അങ്ങനെയാണ് ചെന്നപ്പോൾ മൂപ്പർ പോയി. എന്നോടൊന്നും കിട്ടിയില്ല. അവിടെ പോയി. ഒരു പോയി എന്നാണ് എന്നോട് പോക്കില്ല. അവിടെ ഇത് കഴിഞ്ഞ് മൂപ്പർ പോയി. പിന്നെ മൂപ്പറെ കണ്ടില്ല. പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഉണ്ട് വഹാബിന്. ഒരു ദിവസം കുറേ മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ശൈഖുന വന്നു. വന്നിട്ട് അവിടെ ആ സ്ഥലത്തിരുന്നു. ആ സ്ഥലത്ത് തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ കണ്ട മനസ്സിലായി ആളിതാണ്. ഞാൻ സലാം ചൊല്ലി. സലാം അടക്കി. സുഖമല്ലേ? സുഖം തന്നെ. നിങ്ങൾക്ക് പോകാം. സുഖമല്ലേ? പോയി ദർശനം നടത്തി. പിന്നെ പറഞ്ഞു പോയി ദർശനം നടത്തി. വീണ്ടും വന്ന് കാണാൻ ചെന്നു. സുഖമല്ലേ? പോയി ദർശനം നടത്തു പറഞ്ഞു. അപ്പോൾ ദർശനം തുടങ്ങിയില്ല ഞങ്ങൾ. അപ്പോൾ ദർശനമില്ല. പിന്നെ കുട്ടികളെ കുറിച്ച് ദർശനം നടത്തിയല്ല നടത്തിയ. അപ്പോൾ അത് തുടങ്ങി. ഞാൻ ദർശനം തുടങ്ങി പോയി ചെയ്തു. അപ്പോൾ പോയി. അങ്ങനെ പല പ്രാവശ്യം അവിടെ വരും. പിന്നെ അങ്ങനെ വരും. അപ്പം പിന്നെ ഞാൻ അവിടെ പോയി. ഒരു ദിവസം എനിക്ക് പിന്നെ അങ്ങനെ പോയി തുടങ്ങി. മൂപ്പരെ കാണണം. എനിക്ക് തോന്നി ഇടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങി. അപ്പം മൂപ്പൻ്റെ പേരിലാണ്. മൂപ്പൻ്റെ പേരിലാണ്. അതിൻ്റെ മുകളിൽ ഇരിക്കലാണ്. ഞാൻ മൂപ്പൻ്റെ 2 റുപ്യ കൊടുക്കണം. അത് പലരും പറയുന്നുണ്ട്. 2 റുപ്യ 5 റുപ്യ കൊടുത്ത വേഗം ഒരു പരിഗണിക്കും. 2 റുപ്യ എടുത്ത് ഞാൻ അങ്ങനെ പോകും. ഭർത്താവ് ചോദിക്കും എന്താ സുഖമല്ലേ? ദർശനം നടക്കുന്നില്ലേ? ദർശനം നടക്കും. നിങ്ങൾക്ക് പോകാം പിന്നൊന്നുമില്ല.
ദർസല്ലേ ദരിസല്ലേ നിങ്ങൾക്ക് പോകാം, ദർസ് നടത്തൂ, പോയി ദർസ് നടത്തൂ എന്നറിയപ്പോഴും ഞാൻ ഒരു ദിവസം കുട്ടികൾ 4-5 കുട്ടികൾ അവിടത്തേക്കായി പോയി. 4-5 കുട്ടികൾ ദർസിന്ന് പോയി പള്ളിപ്പോയി. വെള്ളിയാഴ്ച ജുമ ഉണ്ടായി. ഈ പള്ളിയിൽ ജുമ ഇല്ല, ജുമാക്ക് വേണ്ടി വേറെ പള്ളിയിൽ പോകണം. പള്ളി പോകണം. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ജുമ അരിഞ്ഞ് വന്നപ്പോൾ കുട്ടികൾ ഞങ്ങൾ പോയ പോക്കിൽ 4-5 കുട്ടി വയനാട്ടുകാർ ഒന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു, മുങ്ങിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ എനിക്ക് തോന്നി മൂപ്പരോട് ഇത് പറയണം, ശൈഖുനോട് പോയി പറയണം, മൂപ്പരോട് പറയണം ഇങ്ങനെ തോന്നുക. അപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെ പോയി എന്ന് തിരിഞ്ഞ് കേട്ടിരിക്കും. എന്താ ദർസ് 4-5 കുട്ടികൾ പോയി. കുട്ടികളോ? കുട്ടികൾ പോകില്ല, കുട്ടികൾ പോയില്ലേ? കുട്ടികൾ പോകില്ല. ഞാൻ 5 കുട്ടികൾ പോയിക്കണം. അത് പോകണം, അത് പോട്ടെ. ഇനിയുള്ള കുട്ടികൾ പോകില്ല, അത് പോകേണ്ട കുട്ടികളാണ്, അവർ പോകട്ടെ എന്ന് പറയും. പിന്നെ അവിടെ കുട്ടികളുണ്ടാവും, പോകാത്ത കുട്ടികളുണ്ടാവും അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോന്നു. പിന്നെ കുട്ടികളിങ്ങനെ വരികയല്ലേ, കുട്ടികൾ വരുന്നു. കുട്ടികൾ ദർസിന് താങ്ങാതായിട്ടല്ലേ രണ്ടാമത് വേറെ മുദ്രീസിനെ വെച്ച്. പിന്നെ വേറെ ആ മുദ്രീസപ്പോൾ അവിടെ ഉള്ളത്. അന്ന് ഇയാൾ കണ്ണൂർ മുദ്രീസാണ്. അയാൾ പേര് മൊയ്തീൻ ശിഷ്യൻ. അയാൾ കണ്ണൂർ ദർസ് എടുത്താണ്. അവർക്കും അനുഭവങ്ങളുണ്ടാവും അല്ലേ? സിഎമ്മിനെ കണ്ടിക്കണ്. ബന്ധമില്ല, ബന്ധപ്പെട്ട് പോയിട്ട് പിടിച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ടുണ്ടാവില്ല. ഊത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തേച്ചിട്ടില്ല, അല്ല മട്ടക്കാരനാണ്. അങ്ങനെ പിന്നെ ഞാൻ വന്ന് മൂപ്പര് പോയപ്പോൾ പിന്നെ ഇവിടെ കുട്ടികൾ ജാസ്തിയായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകും. ഞാൻ ഇനി കുറച്ചായി ഞാൻ ഇപ്പോൾ പോകണം, അങ്ങനെ പോവും. അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം അവിടെ വീണ്ടും വന്നു. അവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. ആ സ്ഥലവുമായിട്ട് ശൈഖുനാക്ക് വലിയ ബന്ധമുണ്ട്. അത് പിന്നെ പഴയ കാലത്തെ വലിയ ദർസും മൗലിയാക്കന്മാരും ഉണ്ടായ സ്ഥലമാണ്. നമ്മൾ പുതിയ മറ്റേ സുലൈമാൻ മൊയ്യർ, പുതിയടക്കൽ സുലൈമാൻ മൊയ്യർ, മറുപടിയിരിക്കുന്ന സുലൈമാൻ മൊയ്യർ പാപ്പ ഒഴിയാണല്ലോ. സുലൈമാൻ മൊയ്യർ ഒക്കെ അവിടെ ഓതി പഠിച്ചതാണ്. അത് സാലിയത്ത് കുഞ്ഞഹമ്മദ് ആജി തിരുവങ്ങാടി മൂപ്പരെടുത്ത്. മൂപ്പര് ദർശനത്തിയാ. പിന്നെ കുഞ്ഞാലിക്കുട്ടിയിലെ പറഞ്ഞത് ഷിഹാബുദ്ദീൻ മൊയ്യയുടെ വാപ്പ, സാലിയത്ത് വാപ്പ ഷിഹാബുദ്ദീൻ്റെ വാപ്പയാണ് കുഞ്ഞാലിക്കുട്ടിയിലെ. അയാളും ദർശനം. ആ ഷിഹാബുദ്ദീൻ അവിടെ ഊതിയിരുന്നു. പാരമ്പര്യമായിട്ട് ദർസുള്ള സ്ഥലമാണ്. വലിയ വലിയ മഹാന്മാർ പഠിച്ച സ്ഥലമാണ് ഈ സ്ഥലം. അങ്ങനത്തെ പോകര് ഇന്നും ആ സ്ഥലത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശൈഖുന അവിടെ വരാൻ കാരണം അതായിരുന്നു. നമുക്ക് അതിന് വലിയ തൗഫീഖും കിട്ടി. അങ്ങനെ വന്ന് അങ്ങനെ പിന്നെ ഒരുപാട് മുജാഹിദ് അധികരിച്ച സ്ഥലമാണ്. വഹാബികളുണ്ട്, വഹാബികൾ പെരുത്ത സ്ഥലമാണ്. അങ്ങനെ മൂപ്പര് വന്നപ്പോൾ ഈ വഹാബികൾ കളിയാക്കി മൂപ്പര്. വഹാബികളെ വരെ ഒച്ചത്തി പറയണം. വഹാബികൾ കളി മൂപ്പരെ പരിഹസിച്ചപ്പോൾ ഒരാൾ മൂപ്പരോട് പറഞ്ഞു, ശൈഖുനാനെ കളി പരിഹസിക്കുന്നുണ്ട് ഈ വഹാബികൾ എന്നൊരാൾ ചില പറഞ്ഞു പോലും അടുത്തുള്ള പറയരുതാവുന്നു. പറഞ്ഞാൽ അപകടാ. മൂപ്പരോടാതൊന്നും പറയരുത്. മൂപ്പരെ മനസ്സ് വേദനിപ്പിച്ചാൽ നാടിനലാകായി പോകും. എന്താ ശൈഖുനായുടെ മനസ്സ് വേദനിച്ചാലേ എന്തെങ്കിലും തോന്നിപ്പോയാൽ നാടിന് ഖറാബായി പോകും. ശാപം കിട്ടിപ്പോകും. ഖറാബായിട്ടുണ്ട് ഉണ്ടല്ലേ. അദ്ഭുതന് അങ്ങനെ അയാൾ വളർത്ത വലിയ മലയാളിയാണ്. ആ നാട് മൂപ്പരെ പരിഹരിച്ച ആള്. അപ്പോൾ പറയാം ഓനെ കാക്ക കൊത്തും, ഓനെ കാക്ക കൊത്തും ഓനെ കാക്ക കൊത്തും എന്നാ പറഞ്ഞത്. സിഎം വലുതാനെ പരിഹസിച്ച ആളാ. മൂപ്പര് പറഞ്ഞു എന്നെ പരിഹസിച്ചു ഓനെ കാക്ക കൊത്തും.
കാക്ക കുത്തപ്പം എന്താ എനിക്കത് മനസ്സിലായി, ആർക്കും മനസ്സിലായില്ല. അപ്പോൾ കാക്ക കുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ വേറൊരു പെണ്ണ് കെട്ടി. വഹാബി അയാൾക്ക് ഒരു പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ വേറൊരു പെണ്ണ് കെട്ടി. വേറെ പെണ്ണ് കെട്ടി മറ്റേ കുട്ടികൾ ഇയാൾ കളിയാക്കി. ആദ്യത്തെ കുടിയിലെ മക്കള് ഈ മുതലാളി കളിയാക്കി, പരിഹസിച്ച്. പരിഹസിച്ചപ്പോൾ അയാൾക്ക് വല്ലാതെ വേദനയായി. അയാൾ എന്ത് ചെയ്തില്ല, അയാൾ കാലത്ത് പോയിട്ട് വണ്ടിക്ക് തലച്ചു. വണ്ടീൻ്റെ മുന്നിൽ ചാടി. വലിയ മുതലാളിയാണ്, ആർക്കും മനസ്സിലായില്ല ആരായി. ഒക്കെ പിന്നെ ചെതറിപ്പോയി. കാക്ക കൊത്തി, അകച്ചൽ കൊത്തുന്നു. കാക്ക മാംസം കൊത്തി വലിക്കുന്നത് കാഴ്ച പിന്നെ കണ്ട ആള്. അപ്പം വഹാബിയുടെ അങ്ങനെ ഇനി ആളാന്ന് പറഞ്ഞപ്പോൾ അതിലോട്ട് വന്ന് പിന്നെ ആ വരട്ടി കൂട്ടി അങ്ങനെ കഴിച്ചായിരുന്നു. അപ്പോൾ കാക്ക കൂട്ടി ചിരൻ്റെ അടുത്ത് കവറിലിട്ട് കൊണ്ടുപോയി. കാക്ക കൊത്തുന്ന് പറഞ്ഞു. ഞങ്ങൾ കാക്ക കൊത്തുന്ന് പറയും. ഇത്ര അവിടുന്ന് കുറേ കാലം കഴിഞ്ഞാലാണ് കാക്ക കൊത്തിയത്. ഷെയ്ഖുനെ പരിഹസിച്ചിട്ട് എത്രയോ കാലത്തിന് ശേഷം നടക്കാൻ പോണ സംഭവം ഷെയ്ഖുന പറയും. അതൊന്നും സംശയമില്ല. എന്തോ തൊള്ളിയിൽ അതുപോലെ വരും. പിന്നെ ഞാൻ കണ്ട കാഴ്ചയൊക്കെ ഒരു പുള്ളി ഷർട്ടാണ് പിന്നീട്. പുള്ളി ഷർട്ട് താടിയൊക്കെയാണ് ക്ലീൻ ഷേവായി. ഓക്കെ അടിപ്പിച്ചൊക്കെ പഠിച്ചു. എന്നിട്ട് ഉസ്താദ് കാണാൻ പോകുമായിരുന്നു. അത് നമുക്കെന്താണ് താടി പിടിയും പോയിച്ചിട്ട് മൂപ്പരുണ്ടല്ലോ. മൂപ്പരുണ്ട് താടി വീതി പോയിട്ട് മൂപ്പരുണ്ട്. 37 ഉഷാറായിട്ടുള്ളത്. പിന്നെ താടി വീശിയ പോയപ്പോൾ 37 താഴെയുള്ളതിനെക്കാട്ടി ഉഷാറായിട്ട് മുമ്പത്തേക്കാൾ ഉഷാറായി. ഉഷാറ് എല്ലാം കൊണ്ടും. അപ്പോൾ നല്ല 2 മടക്കുള്ളത് എടുക്കും. 2 മടക്ക് ആളുകളെ മോശമാക്കി, ആളുകളെ അറിയിക്കാതിരിക്കുക. ഹുമൂലാണത്. ഹുമൂല് ആളുടെ ഇടയിൽ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾ കൂടുതൽ അടുത്തോട്ട് വരാതിരിക്കാൻ. അതാണ് എൻ്റെ. അപ്പോൾ ഹുമൂല് നല്ലൊരു അതെന്താ താടിയുള്ള ആൾ താടി വലിച്ച് അതേസരി പൊലിയപ്പറക്കാർ പറ്റി എതിർക്കുമല്ലോ. അത് ശേഖുല ഇറങ്ങി. ഈക്ക് ഇറങ്ങിയിട്ട് അതിനെ ആക്ഷേപിച്ചു. മൂപ്പരെ ആക്ഷേപിക്കുന്നതിന് മൂപ്പരെ എതിർത്ത് തുടങ്ങി. മനസ്സിലായില്ല സാർ. ഈ മൂല്യന്മാർ കാര്യപ്പെട്ട പൈസയാളും കാര്യപ്പെട്ട ഉസ്താദന്മാരുകൾ ഷെയ്ഖുനാനെ എതിർത്തു. ആ കാലത്ത് എതിർക്കുന്നവരുണ്ടായിരുന്നു. അന്ന് വലിയ എതിർപ്പല്ലേ, ഇപ്പോഴല്ലേ കുറഞ്ഞ്. അതിൽ എതിർത്തുണ്ടായപ്പോൾ അത് മൂപ്പര് തടഞ്ഞു. ഉസ്താദാണ് അതിനെതിരെ മുന്നിട്ടിറങ്ങി. അതിനെപ്പറ്റി പല സ്ഥലത്തു നിന്നും സ്റ്റേജുകളിൽ നിന്ന് മൂപ്പര് അതിനെപ്പറ്റി പറയും. പാടില്ല അത് പാടില്ല, നിങ്ങൾ ബുദ്ധിമുട്ടാണത്. നിങ്ങൾ കിതാബ് മനസ്സിലാക്കിയിട്ടില്ല, കിതാബ് മനസ്സിലായിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. ഇല്ല ഇങ്ങനെ ചെയ്യൂല. ഈ പറയുന്നവരാ ഉസ്താദാണ്. ഉസ്താദാണല്ലേ. ഉസ്താദ് മൂപ്പര ഉസ്താദ് വേണം. പാറക്കടവത്ത് തന്നെയല്ല, മൂപ്പര് കുടുംബക്കാരുമാണ്. കുടുംബ ബന്ധമുണ്ട്, ശിഷ്യബന്ധമുണ്ട്. ആത്മീയ ബന്ധം ഭയങ്കരമുണ്ട്. മൂപ്പർക്ക് വലിയ ബഹുമാനം. മൂപ്പരെ ശിഷ്യനോട് ഭയങ്കര ബഹുമാനം ഷെയ്ഖുനയോട്. അപ്പോൾ ഈ വിഷയത്തിൽ ഷെയ്ഖുനാക്ക് വേണ്ടി കളിയാക്കിയവർക്കും എതിരെ ഉസ്താദന്മാർക്കെതിരെ ഉസ്താദാണ് ക്ലാസ് എടുക്കുന്നത്. അവരൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഒന്നിനോടൊക്കെ മടങ്ങി. ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യം കേൾക്കുകയാണ്. അവർക്ക് ആ എതിർത്തിന്നൊക്കെ മുഷാവറ അംഗത്തിൽപ്പെട്ടവരാ. ഓരൊക്കെ പിന്നെ മടങ്ങി. എതിർത്തവരൊക്കെ മുഷാവറ അംഗത്തിൽപ്പെട്ടവരായിരുന്നു. വള്ളി മൂസോലിയാർ വയനാട്ടിലെ ഇപ്പോൾ മുസാവറ അംഗത്തിലാണ്. വള്ളി മൂസോലിയാർ ആദ്യം എതിർത്തയാൾ. വള്ളി മൂസോലിയാർ ആദ്യം ഷെയ്ഖുനാനെ എതിർത്ത ആളാണ്. ഉപ്പായി ഇപ്പം എതിർക്കൂല. മുപ്പതിനെ എതിർത്തു, എതിർത്തു. അതുകൊണ്ട് അതിനെതിരെ രംഗത്ത് വന്നു. ആര് എതിർത്തു അപ്പം എതിർക്കും. ആര് മൂപ്പരെ എതിർത്തുകൂടോ അവിടെ മൂപ്പര് വരും. മൂപ്പര് വലിയനെ ഒരു വലിയനെ തിരിയുള്ളൂ. തട്ടനെ പൊന്നിൻ്റെ മാറ്റി തിരിയുള്ളൂ. തട്ടാന്മാർക്ക് പൊന്നിൻ്റെ മാറ്റത്രേ തിരിയുള്ളൂ. നമുക്ക് തിരിയില്ല. തട്ടാന്മാർക്ക് പൊന്നിൻ്റെ മാറ്റി തിരിയുള്ളൂ. അതിൻ്റെ മാറ്റി ഇത്രണ്ട്. ഔലിയാക്കൾക്ക് ഔലിയാക്കളെ തിരിയുള്ളൂ.
എല്ലാവർക്കും നമ്മൾ വിലയിരുത്തുന്നവരൊക്കെയാണ് മഹാന്മാര്. നമ്മളെന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് ഓരോ പദവി കുറയുമോ? കുറയോ നമ്മളെന്തെങ്കിലും ഉയർത്തുന്നത് കൊണ്ട് അവരുടെ പദവി ഉയരുമോ? ഇല്ല ഇല്ലല്ലേ? വെറുതെ എന്നിട്ട് ഉസ്താദ് പറഞ്ഞ ഈ സംഭവം അങ്ങനെ നിലനിർത്തുന്നത്. പിന്നെ മുമ്പ് മരിക്കും കാലം വരെയൊക്കെ വന്നില്ല. പിന്നെ വരാൻ വരില്ല. പിന്നെ മൂപ്പൻ്റെ അവിടെ ഇരിക്കല് തന്നെയായി. പിന്നെ അവിടെ ഇറങ്ങി പോകില്ല. മൂപ്പൻ്റെ അവിടെ പിന്നെ ഇറങ്ങി രണ്ടും പോകില്ല. ഇല്ല, അവിടെ തന്നെ ഇരിക്കുന്ന സമയം നടക്കുന്ന കാലം കഴിഞ്ഞു. ഇവിടെ വെളിമുക്ക് മുഹമ്മദ് കുട്ടിയേരി എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ പണ്ഡിതനാണ്. മുസാറയും ഉള്ളാളങ്ങളൊക്കെ ഉസ്താദുമാണ്. സ്ഥലത്തി മറ്റൊക്കെ ചെയ്ത് കൊടുത്താണ്. വലിയ ആളാണ് മൂപ്പര്. ഞങ്ങളിവിടെ ദർശനം നടത്തി പള്ളിയിൽ. ഈ പള്ളിയിൽ ദർശനം നടത്തി. ആ കാലത്ത് ഞാനിങ്ങനെ പള്ളിക്ക് പോവും. പള്ളിയിൽ പോവും. ആ പള്ളിയിൽ പോകുമ്പോൾ ഒരു ദിവസം ഞാൻ അസറിൻ്റെ ദിവസം ഞാൻ മൂപ്പര മകന് മൂത്ത മകനൊരു സുഖമില്ലായ്മ. മൂത്ത മകന് സുഖമില്ലായ്മ. മമ്മൂട്ടിയിലാണ് മൂന്ന്. മമ്മൂട്ടിയിലെ വലിയ പൊയ്യനാണ്. എൻ്റെ ഇളച്ചിന് കെട്ടിയ ആളുമാണ്. എൻ്റെ പെണ്ണുങ്ങളെ 5 കെട്ടിയ ആളുമാണ്. കുടുംബം. ഞങ്ങളൊരു കബീലാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും മുഴുവൻ ഞങ്ങളൊക്കെ കഴുകുന്തോട്ടത്തിൽ ആണ് കയറ്റി കഴുകുന്തോട്ടത്തിൽ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ മുതിരിച്ചു 10 ആൾക്കാർ ഉസ്താദാണ്. ഒരുപാട് ആളുകളുടെ ഉസ്താദാണ്. ഉസ്താദാണ്. മൂപ്പര് ഉള്ള ആളത്ത് അറബിക് കോളേജിൽ മുതിരിസൈക്കണം. ഇവിടെ നന്ദിയിൽ മുതിരിസൈക്കണം. ഇന്നില്ലല്ലോ. ഇന്നുണ്ടോ? ഇന്ത്യ മരിച്ചുപോയി. നന്ദിയിലെ കോളേജിൽ നിന്നാണ് ഓഫാസായത്. വലിയ ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മുജലോട്, ഉസ്താദ് പറഞ്ഞു ഈ കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് മടവൂരിൻ്റെ അടുത്തുനിന്ന് സമീപിച്ചാൽ തിരക്കടിയാവുന്ന കൊണ്ടുപോയി. കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ടെന്ന് ഷെയ്ഖുന അടുത്ത് പോകാമെന്ന് ഉസ്താദ് അഭിപ്രായം പറഞ്ഞു. എൻ്റെ ഇളച്ചനാണല്ലോ. എൻ്റെ ഇളച്ചൻ പെണ്ണുങ്ങൾ 5 കെട്ടിയാണല്ലേ. അപ്പോൾ ഞാൻ പറയും അവിടെ ഒന്ന് കൊണ്ടുപോയി കാട്ടി നോക്കിയാൽ തിരക്കടി 30 എടുത്തൊന്ന് കൊണ്ടുപോയാൽ തിരക്കടില്ല. എൻ്റെ ഇറങ്ങി ചാടി ദേഷ്യപ്പെട്ട് എന്ത് മടവൂരോ ദുന്യാവിൽ മുഴുവൻ ഇങ്ങനെ സുജൂദ് ചെയ്ത് നടക്കുന്ന മോനെ എൻ്റെ അടുത്ത് കൊണ്ടുപോകുക നിസ്കരിക്കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യപ്പെട്ടു. ശരിക്കാണ് മടവൂർ ഉസ്താദിൻ്റെ ശരിക്കാണ് മൂപ്പര്. വലിയ പണ്ഡിതനാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. അത് ഞാൻ അറിയാതെ പറഞ്ഞാൽ അവരോട് ഞാൻ ഇതിലേക്ക് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ്. നിങ്ങളാണ്ട് ഒഴിവായി കളി ചെയ്ത് ഞാൻ പറഞ്ഞു നിങ്ങളായി നാണ്ട് ഒഴിവായി കളി അറിയാണ്ട് എനിക്ക് അത്രത്തോളം ഒന്നും അറിയില്ല. ഞാൻ കിതാബ് നല്ല അവ്യാക്കന്മാരാണ് അവ്യാക്കന്മാരല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ആ കിതാബ് ഞാൻ ഓതിയിട്ടില്ല എന്ന് പറയാം. വിട്ടുമാറി. അതിൻ്റെ മനസ്സിൽ ഉണ്ട്, വല്ലാതെ ഉണ്ട്, വിഷമമുണ്ട്. അത് മുമ്പേ പറ്റി ആള് പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. ആദ്യേ അങ്ങനെ ഞാൻ വയനാട്ടിൽ കണ്ടു കറിഞ്ഞേ. അതിന് ശേഷം പിന്നെ അങ്ങനെ വയനാട്ടിൽ വെച്ച് ഒറ്റ കാഴ്ചയിലൂടെ നമുക്ക് വല്ലാത്തൊരു മഹബത്ത് ഭയങ്കര മഹബത്ത് വന്നതിന് ശേഷം പിന്നെ ആര് മൂപ്പര് ആക്ഷേപിച്ചാലും ആ മനുഷ്യനെ തന്നെ ഞാൻ സ്നേഹിക്കൂല. എനിക്കങ്ങനെ അതാണ് മഹബത്തിൻ്റെ ഭാഗം. അതാണ്. അങ്ങനെ ഞാൻ വെളിമുക്ക് എന്ന് മൂപ്പരെ കാണും. അവസാനം പറയും എന്നോട് വലിയ മഹബത്ത് മമ്മൂട്ടിയിലേക്ക് വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം ഞാൻ മൂപ്പരെ കാണാൻ പോവുകയാണ്. ആരെ? സിയമനെ കാണാൻ പോകുക. എവിടെ പോണ? ഇടിയങ്കരക്ക് മൂപ്പര് വരുന്നുള്ള ഒരു വലിയൊരു ക്യൂ. അവിടുന്ന് എത്രയോ ഒരു കിലോ ആളുകൾ ഇങ്ങനെ കയറാൻ പോവുക. നമുക്ക് കയറണമല്ലോ. മാമയിലേക്ക് കയറണം. അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കണ്ട് ആ വീടൊക്കെ നമ്മുടെ ചരിത്രത്തിൽ കാണിച്ചിട്ട് കൊടുക്കും. മടവൂർ കാഫിലെ കൊണ്ടുവന്നുണ്ട്. ഷെയ്ഖുന കിടന്ന റൂമും ആ വീടും ആ സ്ഥലമൊക്കെ. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഒരാളിനെ ഇങ്ങനെ വിളിച്ചിട്ട് ഈ ക്യൂന്ന് വിളിക്കുകയാണ്. മമ്മൂട്ടിയാരാ? ആരാ? ഈ മുസ്ലിയാരാണ്. മമ്മൂട്ടി മുസ്ലിം ആളാണ് എന്നെ വിളിക്കുന്നത്. നേരത്തെ നമ്മുടെ എതിർത്ത ആളാണ് അവിടെ നിന്ന് എന്നെ വിളിച്ചത്. നേരത്തെ എന്ത് പറഞ്ഞ എതിർത്ത? താടി പഠിക്കുന്ന താടി നിസ്കരിക്കാത്ത ഭൂമിയിൽ മുഴുവനും ആളെ എന്തിനാണ് ഒഴിയാക്കാൻ നടക്കുന്നത്?
ശരീരത്തിനെതിരായി ചെയ്യുന്നവർ ഒലിയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എതിർക്കുന്നത്. അപ്പോൾ ഞാനതിനെ പറ്റി ഒന്നും പറയാതെ ഒന്നും അറിയില്ല. എനിക്ക് വിഷം ഉള്ളിൽ വെച്ചിട്ട് ആ ആളാണ് എന്നെ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ പോകുമ്പോഴേ കണ്ടിരുന്നു ഇയാളെ കാണാത്തവരെ പോയി. അത് കാണാത്ത വഴി ഞാൻ പോയി അതിന് മുകളിൽ കയറി. ഞാൻ എന്നാൽ വേഗം കേട്ടു വന്നു. പിന്നെ കാര്യം വാങ്ങൂല എന്നോട് 2 വർഷം വാങ്ങൽ നിർത്തി. പിന്നെ പരിഗണിക്കാൻ തുടങ്ങി. അവിടെയാണ് ഞാൻ ചെന്ന് പിന്നെ ഞാൻ കണ്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പോന്നു. അവിടെ അധികം ആരും നിർത്തൂല, വേഗം വിടും ആളെ മൂപ്പര്. എന്നാൽ പോവാം അധികം വർത്താനം പറഞ്ഞുകൊണ്ട് നിർത്തോടെ ഒന്നും മടവില്ല. വേഗം ചെല്ല, കാര്യം പറയാം, വേഗം പോരുക. ചെറിയ സമയം ഇത്രയേ ഉള്ളൂ ആരോടും. അത് ഞാൻ കണ്ട് പോയിട്ട് പോരല്ലേ എന്താ സാർ നീ മടങ്ങി പോരുകയാണ്. ആ സമയത്തും കുട്ടീനെ വിളിച്ച് ഞാൻ നോക്കിയില്ല നാട്ടിൽ പിന്നെ നോക്കിയില്ല ഞാൻ പോന്നു. നേരത്തെ പറഞ്ഞത് മനസ്സിരിക്കുന്നുണ്ട്, നോക്കാൻ തോന്നിയില്ല. പിന്നെ വെളിമുക്കിൽ വെച്ചിട്ട് മുമ്പേ കണ്ട്. വെളിമുക്കിൽ വെച്ച് നാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ അങ്ങാടിയാ ആണ്ട കയറിയ അവനെ വിളിച്ച് നാളെ ഞാൻ വിളിച്ചല്ല നിങ്ങളെ. എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല. എവിടുന്ന് എന്താ സാർ നിങ്ങളെ വിളിച്ചല്ലോ ഞാൻ. എവിടുന്ന് എന്നിട്ട് എന്തെങ്കിലും നോക്കാൻ മൂപ്പൻ്റെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും നോക്കാൻ എവിടുന്ന് വിളിച്ച് ഞാൻ വിളിച്ചത് മടവൂരിൻ്റെ വീട്ടിൽ. എന്തിനൊക്കെ പോയി? മടവൂരിൻ്റെ വീട്ടിലേക്ക് എന്തിനു പോയി? സജോച്ചി അത് മടവൂരിനെ കാണാൻ വേണ്ടി പോയിരുന്നു. എന്തിനു കാണുന്നു? തിരിച്ച് ചോദിക്കുക. ഞാൻ ആദ്യം മറന്നിട്ടില്ലല്ലോ, അത് തിരിക്കുകയാണ്. എന്തിനു പോയി? എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാകും പോയി. എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ് ഈ മൂല്യം. അതെ, അത് കുഞ്ഞുകോയത്തങ്ങൾ എന്നോട് പറഞ്ഞു. കുഞ്ഞുകോയത്തങ്ങൾ തന്നെ ഉള്ളോളം താജുലുലമ. താജുലുലമ എന്നോട് പറഞ്ഞു. കുഞ്ഞുകോയങ്ങൾ അന്ന് ആ കോളേജിലെ പ്രിൻസിപ്പള മൂപ്പരാണ് അവിടുത്തെ ഒരു മുദ്രീസ്. മമ്മൂട്ടിയിൽ വിസ്റ്റാലിയാർ പോകുന്നതിൽ ആ സ്ഥാനത്ത് ഇയാളെ കൊണ്ടുപോയതാണ് ഉള്ളാളം. അന്ന് ഞങ്ങളെവിടെയും മൂപ്പര് മുദ്രീസ് ഇവിടുന്ന് കൊണ്ടുപോയതാണ്ട്. പറഞ്ഞല്ലോ നിങ്ങൾ മടവൂരിൻ്റെ അടുത്തും പോയിക്കോളേ. എന്നിട്ട് മകനേച്ച് പോയിട്ട് മടവൂരിനോട് കാര്യം പറയും, എന്നാലേ ഇപ്പം ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാലും. അപ്പം മടവൂരിനെ കാണാൻ വന്നതാ. അപ്പോൾ മൂപ്പര് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞപ്പോൾ എന്ത് അത് ഞാൻ എന്നോട് പറഞ്ഞു എന്ത് ഞാൻ പോയി കാണാൻ വേണ്ടി. ഞങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാടി പുലി പോലെ വന്നത്, എനിക്ക് പുലി പോലെ വന്നത് ഓർമ്മ ഉണ്ടോ? അത് ഞാനത് പറഞ്ഞിട്ടല്ലേ. അപ്പം നിങ്ങൾക്ക് ശരിയായില്ലേ? എന്നിട്ട് ഇത് പറഞ്ഞു മടവൂരി അത് കാലം പറ്റിയില്ല. അപ്പോൾ നിർത്തി, സംസാരിച്ചില്ല, പരിപാടി നിർത്തിയല്ലോ. വേണ്ട കയറ്റം കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉണ്ടായില്ല അവിടെ. മുമ്പിൽ സോക്കിട്ട് മാറിയൊന്നുമില്ല. അത് ആ സോക്കിട്ട് തന്നെ മുമ്പിൽ ഒഫാത്ത ചെയ്യും മകൻ. ഒരു ഹാലയിന് സൂക്കട് മാറില്ല, കാണാൻ പറ്റിയില്ല. ഇത്രയും വലിയ സംഭവം തന്നെ അല്ലേ? എന്താ അതൊക്കെ സംഭവം? എൻ്റെ റബ്ബേ, അൽഹംദുലില്ലാഹ്. ഈ ചരിത്രമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ഉസ്താദിൽ ഒതുങ്ങിയിരിക്കുന്ന ചരിത്രം അറിയുന്ന അനുഭവമാണ്. ഇത് നമ്മൾ പുറത്തേക്ക് അറിയിച്ച് തന്നില്ലെങ്കിൽ എങ്ങനെ മുഹിബ്യങ്ങൾ എങ്ങനെ അറിയും? അതെ, അതിൽ ഈ കെ ഉസ്താദ് അതിനെതിരെ അന്നത്തെ കാലത്തെ തലക്കെട്ട് കെട്ടിയ ഉസ്താദന്മാർ ഷെയ്ഖുനാക്കെതിരെ ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച ആളാണ് ആര്? ഈ കെ ഉസ്താദ്. ഈ സംഭവങ്ങളൊക്കെ ജനങ്ങൾ അറിയണ്ടേ? അറിയില്ല. ഉസ്താദ് നിങ്ങളെപ്പോലെ വലിയ വലിയ ഷെയ്ഖുനാനെ കണ്ട മുഹിബ്യങ്ങളും പ്രായമുള്ള ഉസ്താദന്മാർക്ക് ഇത് അറിയുള്ളൂ. ഒരുപാട് ആളുകൾ വഫാത്തായി പോവുകയും ചെയ്തല്ലോ. അപ്പം ഇത് പറഞ്ഞു വെക്കണമല്ലോ നമ്മളല്ലേ. പിന്നെ ഉസ്താദിൻ്റെ അതുപോലെ തന്നെ ഈ എന്താ ഷെയ്ഖുനായുടെ ബാക്കിയാത്തിലെ സംഭവങ്ങൾ മൂപ്പര് പഠിക്കുന്ന കാലത്ത് ഈ വേണ്ടല്ലോ നമ്മളെ ചേകനൂര് ഷെയ്ഖുനാൻ്റെ ഒരു ഷെരീക്കന്മാരാണ്. ഒരേ റൂമിലാണ് ഒരു രണ്ടാം താമസം. ഷെയ്ഖുനായും ചേകനൂരും ഒരേ റൂമിലാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കില്ല. മുപ്പരോടുണ്ടാകുമ്പോൾ അവിടെ തിരിഞ്ഞില്ല. അവിടെ ജനിച്ചു പോയാൽ തിരിഞ്ഞ് നോക്കും. അത് നോക്കുക, സംസാരിച്ചില്ല. 2 കൊല്ലം പോലും തമ്മിൽ അവിടെ ഒന്നായി ജീവിച്ചിട്ട് സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരു റൂമിൽ 2 പേരും ഒരുമിച്ച് താമസിച്ചു, ചേകന്നൂരും ബഹുമാനപ്പെട്ട ഷെയ്ഖുനയും. പക്ഷെ ഷെയ്ഖുന അയാളുടെ മുഖത്തോട്ടോ അയാളുടെ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. മൂപ്പര്
എന്നിട്ട് അടുക്കാൻ നോക്കിയോട്ട് പറ്റൂല, സംസാരിക്കാൻ പറ്റില്ല. ആണ് നോക്കലേ ഇല്ല. ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഇത് നോക്കാത്തത്. എല്ലാവരും ചെകനോട് വലിയ സന്തോഷം. ചെകൻ നല്ല കിതാബ് തിരുന്ന ആളാണ്, അല്ല കിതാബ് തിരുന്ന ആളാണ്. ചെകന്നൂരിന് കിതാബ് തിരിയല്ലോ, തിരുന്ന ആളാണ് ഈ മൂപ്പര്. ചെകന്നൂരിന് കിതാബ് തിരിയുന്നോണ്ട് കാര്യമില്ലല്ലോ. മശായിഖന്മാരെ മഹാന്മാരെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം അല്ല കൊടുത്തില്ല. കിതാബ് കുറെ തിരി കിതാബ് അതെ അതില്ല. അങ്ങനെ 2 കൊല്ലം മൂപ്പരോട് സംസാരിച്ചിട്ടില്ല. 2 കൊല്ലം നിന്ന് മുത്തബല്ല്. അതെ മുത്തബല്ല് 2 കൊല്ലം. നിങ്ങൾ ആ വഴിക്ക് വരികയാണെങ്കിൽ ഈ വഴിക്ക് മൂപ്പര് വഴിക്ക് പോകും. എല്ലാ വഴിക്ക് മൂപ്പര് വരില്ല. മൂപ്പര് വേറെ വഴിക്ക് മാറിപ്പോവും. ആ വാതിക്ക് കടന്നാൽ കുറച്ച് കഴിഞ്ഞില്ല ആ വാതിക്ക് അതിലോട്ട് കിടക്കുള്ളൂ. ഹവ പോയിട്ട് ഹവ പോയിട്ട് ചേകന്നൂര് പോകുന്ന വഴിയിൽ കൂടെ തന്നെ ഷെയ്ഖുന പിന്നെ കുറച്ചു നേരത്തേക്ക് പോകില്ല. ആ ചങ്ങായി എന്താ ഹവ പോയതിനു ശേഷം വായു അടങ്ങിയ ശേഷം പിന്നെ മൂപ്പരയിൽ പോകും. അത്രയും സുന്നത്തി ജമാഅത്തിന്റെ ശക്തമായിരുന്നു. അതാണ് ഉസ്താദിന്റെ അനുഭവങ്ങളല്ലേ. ബാക്കിയത്തിലെ സംഭവങ്ങൾ ഇത് തന്നെ ഉസ്താൻ അറിയുള്ളൂ. ഞാൻ ബാക്കിയത്തിൽ നിന്നിട്ടില്ല. അതെ, പുതിയ വലിയ അനുഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ഇൻഷാ അല്ലാഹ് മടവൂർ കാഫില വീണ്ടും വലിയ അനുഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.